നമ്മളെ കേരളത്തിലെ സ്കൂൾസൊക്കെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നുള്ളത്. ശരിക്കും ലിപ്സ്റ്റിക് ഡേഞ്ചറസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആൾക്കാർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിന് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ശരിക്കും എല്ലാവരും എന്തിനാ ഇത്രയും വെറീഡ് ആവുന്നത് വെച്ചാൽ ചിൽഡ്രൻ ആർ ഇൻക്രീസിംഗ്ലി യൂസിങ് കോസ്മെറ്റിക്സ്. യങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കൂള് സിംപ്ലിസിറ്റീനെ എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നുള്ളത്. പിന്നെ വേറൊരു റീസൺ എന്നുള്ളത് കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻസ് മേ ഹാവ് ഹെൽത്ത് കൺസേൺസ്. അതായത് ഇവർ വെറീഡ് ആവുന്നുള്ളത് ഹെവി മെറ്റൽ കോണ്ടാമിനൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന ഇഷ്യൂസ്, അലർജീസ്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ്. പിന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ സ്കൂൾ ഷുഡ് ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ. പലവരും ബിലീവ് ചെയ്യുന്നുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ പേരൻസ് ഫോക്കസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടുള്ളതല്ല സ്കൂൾ എന്നുള്ളതാണ് ബിലീവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി ശരിക്കും നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. ശരിക്കും ലിപ്സ്റ്റിക്കിൽ എന്തൊക്കെയാണുള്ളത്? ഓഫ് കോഴ്സ് വാക്സ് ഉണ്ട്. ഷേപ്പ് കൊടുക്കുന്നുള്ളത് വാക്സ് ആണ്. ലിപ്സ്റ്റിക്കിന് ഷേപ്പ് കൊടുക്കുന്നത് വാക്സ് ആണ്. പിന്നെ ഓയിൽസ് ഉണ്ട്. കോക്കനട്ട് ഓയിൽ, മിനറൽ ഓയിൽ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ, ഇങ്ങനത്തെ ഓയിൽസ് ഉണ്ട്. ആ ഒരു സ്മൂത്ത് ഗ്ലൈഡിങ്ങിന് ഓയിൽസ് വേണം. ഓയിൽസാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പിന്നെ പിഗ്മെൻറ്റ്സ് ഉണ്ട്, അതാണ് കളർ കൊടുക്കുന്നുള്ളത്. പ്രിസർവേറ്റീവ് ഉണ്ട്, സ്പോയിൽ ആവാതിരിക്കാൻ, അതാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പിന്നെ ഫ്രേഗ്രൻസ് ഉണ്ട്, ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ലിപ്സ്റ്റിക്കിലുള്ളത്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിക്കും ഡേഞ്ചറസ് ആണ്? ഓണസ്റ്റ്ലി ഞാൻ ഇതിന് ആൻസർ പറയുകയാണെങ്കിൽ ജനറലി നോ, ഇതൊന്നും ഡേഞ്ചറസ് അല്ല. മോസ്റ്റ് റെപ്യൂട്ടബിൾ ബ്രാൻഡ്സിൻ്റെ അപ്രൂവ്ഡ് ലിപ്സ്റ്റിക് എല്ലാം സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ബട്ട് എക്സെപ്ഷൻ ഉണ്ട്, കൗണ്ടർ ഫീറ്റ് പ്രോഡക്ട്സ്. ഇതിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് വെച്ചാൽ ചിലപ്പം കണ്ടെയ്ൻ ചെയ്യും, ഉറപ്പൊന്നുമില്ല. ഹയർ ഹെവി മെറ്റൽസ്, അതുപോലെ തന്നെ കൊണ്ടാമിനൻസ്, പുവർ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നമാണ് അലർജി. ഫ്രേഗ്രൻസും കാര്യങ്ങളൊക്കെ അലർജി ഉള്ളവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കുഞ്ഞു കുട്ടികൾക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾ ടീനേജറാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല. ബട്ട് ഭയങ്കര കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവർക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ ഞാൻ പറയില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇവർ ലിപ്സ് ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്യും. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഉള്ളിലേക്ക് പോകും. ഇവൻ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ലേ, ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ അകത്തുള്ള കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് അതിൻ്റെ അകത്തുള്ള കുറച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സൺസ്ക്രീനിൻ്റെ മാത്രമല്ല എല്ലാ പ്രൊഡക്ട്സും കുറച്ചൊക്കെ അങ്ങനെ ഇറങ്ങേണ്ടതാണ്. പിന്നെ അപ്പോൾ ഇത് ലിപ്സിലിടുന്നതാണ്. ഇത് ലിപ്സിലിടുമ്പോൾ കുറച്ചുകൂടി അത് ഇറങ്ങും. ബിക്കോസ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ ലിക്ക് ചെയ്യുന്നുണ്ട് ലിപ്സ്. സോ ഓഫ് കോഴ്സ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുഞ്ഞു കുട്ടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലിപ്സ് ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവർ റിപ്പീറ്റഡ്ലി ഇത് റീഅപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഭയങ്കര കുഞ്ഞു കുട്ടിക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മുടെ മെയിൻ താരം ലെഡ്, ഇതാണ് ബിഗ്ഗസ്റ്റ് കോൺട്രോവേഴ്സി. അത് കുറേ കാലങ്ങളായിട്ടുള്ള കോൺട്രോവേഴ്സിയാണ്. ലെഡും ലിപ്സ്റ്റിക്കും തമ്മിലുള്ള വൻ ബന്ധമാണത്. സത്യാവസ്ഥ എന്താ വെച്ചാൽ ലെഡ് ആരും തന്നെ ഇൻറ്റൻഷനലി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. പക്ഷേ എങ്കിൽ ടൈനി എമൗണ്ട് ഈ പിഗ്മെൻറ്റ്സിൻ്റെ അങ്ങനത്തെയൊക്കെ ഇതായിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നാച്ചുറലി ടൈനി എമൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ സയൻസ് പറയുന്നുള്ളത് ട്രേസ് എമൗണ്ട്സ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ഇൻ സം ലിപ്സ്റ്റിക്സ്. ഓക്കെ, സം ലിപ്സ്റ്റിക്സ് എല്ലാം പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളതാണ് ലിപ്സ്റ്റിക്ക് ക്യാൻസർ ഉണ്ടാക്കൂ. ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ. ആക്ച്വലി ലിപ്സ്റ്റിക്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരുവിധ സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. ഒരു സ്ട്രോങ് പ്രൂഫും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, സയൻറ്റിസ്റ്റ് എഗ്രി ചെയ്യുന്നുണ്ട് റെഡ്യൂസിങ് അൺനെസസറി എക്സ്പോഷർ ടു പൊട്ടൻഷ്യലി ഹാർംഫുൾ സബ്സ്റ്റൻസ് ഈസ് ജനറലി വൈസ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മേജറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്ര നേരം കണ്ടതും കേട്ടതും ഒന്നും ഭയങ്കര ബേസിക്കാണ്. നമ്മൾ തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നത്രേ. സംഭവം ഞാൻ പറയട്ടെ, നമുക്ക് ശരിക്കും മനസ്സിലാക്കിയില്ല നിങ്ങളെന്തിനാ ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ കണ്ടതൊക്കെ ഹെൽത്ത് ഇതിന് വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങളുടെ കൺസേൺ ഹെൽത്താണ്, അതുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബട്ട് അതൊക്കെ അത്ര അങ്ങ് വിശ്വസിക്കാൻ പറ്റണില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ ശരിക്കുമുള്ള കൺസേൺ അല്ലെ നിങ്ങൾ ശരിക്കും
എയിം ചെയ്യുന്നുള്ളത് ഹെൽത്ത് അവെയർനെസ് ആണോ അല്ലെങ്കിൽ മോറൽ പോലീസിങ് ആണോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഹെൽത്ത് അവെയർനെസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനെ ഇൻഗ്രീഡിയൻറ്റ് ലേബൽ വായിക്കാനും മനസ്സിലാക്കാനും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഫേക്ക് കോസ്മെറ്റിക്സ് അവോയ്ഡ് ചെയ്യണം. പിന്നെ അലർജീസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പഠിപ്പിക്കണം. പിന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾ എൻകറേജ് ചെയ്യണം. ഇനി നിങ്ങളുടേത് മോറൽ പോലീസിങ് ആണെങ്കിൽ, അതായത് നല്ല കുട്ടികൾ ലിപ്സ്റ്റിക് ഇടില്ല, അതുപോലെ തന്നെ അപ്പിയറൻസ് കണ്ടിട്ട് കുട്ടികളെ ജഡ്ജ് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികളെ സ്ലട്ട് ഷെയിം ചെയ്യുക, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ലിറ്ററലി ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണോ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതിന്, അതായത് സെൽഫ് എക്സ്പ്രഷന് അവരെ കൺട്രോൾ ചെയ്യുകയാണോ ചെയ്യുന്നുള്ളത്? I just wanna know this so badly. നിങ്ങളുടെ കൺസേൺ ശരിക്കും ഹെൽത്ത് ആണെങ്കിൽ, ലിപ്സ്റ്റിക് ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് നമ്മുടെ സ്റ്റുഡൻസ് പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ഷുഗറി ഡ്രിങ്ക്സ്, പിന്നെ പ്ലാസ്റ്റിക് പാക്കേജിങ്, ഫ്രേഗ്രൻസ്ഡ് പ്രൊഡക്ട്സ്, എയർ പൊല്യൂഷൻ, ഇതിനൊക്കെ എക്സ്പോസ് ആവുന്നുണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത സാധനമാണ് ലിപ്സ്റ്റിക്കിന്. റിയലി ജസ്റ്റ് വാണ്ട് നോ വൈ ഇസ് ലിപ്സ്റ്റിക് ബീങ് സിംഗിൾഡ് ഔട്ട്? ഭയങ്കര കുഞ്ഞു കുട്ടികളാണെങ്കിൽ പാരൻസിന് ഗൈഡ് ചെയ്യാം, ഓഫ് കോഴ്സ്. ബട്ട് ടീനേജേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അവയർനെസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇവരെ സ്വന്തമായിട്ട് ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഓരോ കോസ്മെറ്റിക് പ്രൊഡക്റ്റിൻ്റെയും അത്രയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഇവരെ മിസ്ലീഡ് ചെയ്യുക, മിസ്ഇൻഫോം ചെയ്യുക, പിന്നെ ഇവരിൽ ഫിയർ ഉണ്ടാക്കുക, നിങ്ങൾ ഷെയിം ചെയ്യുക, സ്ലട്ട് ഷെയിമൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ, അതൊക്കെയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അല്ലാണ്ടാക്കി ഇപ്പം നിങ്ങളോട് വേറെ എന്നൊക്കെ പറയാൻ പറ്റുക? ഹോണസ്റ്റ്ലി പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസോടെ തന്നെ പോകണം ഇതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ തോന്നുന്ന പോലെ ചെയ്യരുത്. കറക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കണം, സയൻറ്റിഫിക് പ്രൂഫ് ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് മേജർ ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് ഹാംഫുള്ളാന്ന് പറയുന്നുണ്ട്, അതും ഓക്കെ. നിങ്ങളിത് ഹെൽത്ത് ആണ് നിങ്ങളുടെ കൺസേൺ എന്നുണ്ടെങ്കിൽ ഇതേ സെയിം സാധനം ടീച്ചേഴ്സിന് ബാധകമല്ലേ? 18 വയസ്സായി അല്ലെങ്കിൽ അഡൾട്ടായി 18 വയസ്സിന് മുകളിലായി അവരൊക്കെ ഏജ് ഉണ്ട് എന്ന് വെച്ചിട്ടൊന്നും ഈ ഇൻഗ്രീഡിയൻസ് സേഫ് ആകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ സെയിം സാധനം ടീച്ചേഴ്സിന് ബാധകമാവണ്ടേ? ഇത് സ്റ്റുഡൻസിനാണെന്ന് അവിടെയും പറഞ്ഞിട്ടില്ല, ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞതാണ്. ഇത് ലാസ്റ്റ് അങ്ങനെ ആവോ എന്നുള്ളതൊക്കെ, അങ്ങനെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. ഇനി സ്കൂൾ ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ ഇതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റുഡൻസ് യൂണിഫോം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം, ഓക്കെ. അതുപോലെ തന്നെ ഇത് ഇവരിൽ ഈക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ കുറക്കും, ഓക്കെ. ഇവർ മൈനേഴ്സാണ്, ഓക്കെ, ഇതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. ടീച്ചേഴ്സ് അഡൾട്ട്സ് ആണ്, അവർ എംപ്ലോയീസ് ആണ്, അതും ഓക്കെ. ബട്ട് സിംപ്ലിസിറ്റിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് സ്റ്റുഡൻസ് മാത്രം മോഡലായാൽ പോരല്ലോ, ടീച്ചേഴ്സും ആവണ്ടേ? നിങ്ങൾ ഓഡിയൻസിനോട് അങ്ങ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ലിപ്സ്റ്റിക്ക് അൺഹെൽത്തി ആണെങ്കിൽ അതിപ്പോൾ സ്കൂളിൽ മാത്രം അവോയ്ഡ് ചെയ്താൽ പോരല്ലോ, മൊത്തത്തിൽ അത് അവോയ്ഡ് ചെയ്യണ്ടേ? എല്ലാവരും അവോയ്ഡ് ചെയ്യണ്ടേ? പിന്നെ ഇത് ഡിസിപ്ലിൻ ആണെങ്കിൽ എന്തുകൊണ്ട് ലിപ്സ്റ്റിക്കിനെ ടാർഗറ്റ് ചെയ്യുന്നു? ലിപ്സ്റ്റിക്കിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഡിസിപ്ലിൻ എന്നുണ്ടെങ്കിൽ സോറി, യു ഹാവ് നോ ഐഡിയ അബൌട്ട് ഡിസിപ്ലിൻ. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ അപ്പിയറൻസ് സ്റ്റാൻഡേർഡ്സ് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും സെയിം ആവണ്ടേ? അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. കൺക്ലൂഷൻ ഞാനൊന്ന് പറയാം, എന്നിട്ട് അങ്ങനെ നിങ്ങളോടൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുണ്ട്. ലിപ്സ്റ്റിക്ക് ശരിക്കും ഹെൽത്ത് റിസ്ക് ആണെങ്കിൽ അത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ബാക്കി എല്ലാവർക്കും ഹെൽത്ത് റിസ്ക് ആണ് അല്ലേ? പിന്നെ
പിന്നെ ഇത് സ്കൂൾ ഡിസിപ്ലിനെ കുറിച്ചുള്ള പോളിസി ആണെങ്കിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഇതൊക്കെ ഇത് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഹെൽത്ത് റിസ്ക് ആണ്, ഹെൽത്താണ് കൺസേൺ ഒക്കെ. അപ്പോൾ ഇത് വേറെ ഡിസ്കഷനാണ്. ഇതാണെങ്കിൽ സ്കൂൾ ഡിസിപ്ലിൻ ആണെങ്കിൽ ഓക്കെ, അതായത് ഇതുമായിട്ട് മിക്സപ്പ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇതും കൂടി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അല്ലേ ഇതിനൊന്ന് ആൻസർ ചെയ്യണം. ഇത് ശരിക്കും നിങ്ങളുടെ സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിനെ റെഗുലേറ്റ് ചെയ്യാനാണോ? ഹെൽത്ത് റിസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് അതിനും മാത്രമുള്ള ഹെൽത്ത് റിസ്ക് ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സോ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ എപ്പോഴത്തെയും പോലെ ആ ചിരിയും കളിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നടുവേൻ എടുക്കുന്നതാ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇതിനുള്ള ഒപ്പീനിയൻ ഒന്ന് പറയണം. എനിക്കിത് സത്യമായിട്ട് ഇത് മനസ്സിലാക്കില്ല, ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. അതിനും മാത്രമുള്ള ഹെൽത്ത് റിസ്ക് ഒന്നും ഇല്ല ആക്ച്വലി. സോ ഇത് അപ്പിയറൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതല്ലേ, ബട്ട് അതിനെ ഹെൽത്ത് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് ഇത് അഡിക്ഷനാണ്. ലിപ്സ്റ്റിക്ക് അഡിക്റ്റ് ആയവരുണ്ട്, അവരോട് ആ അഡിക്ഷൻ കുറക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഓക്കെ, ഇതിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഞാനുള്ളത്. ബട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇടുന്നത്. ആസ് എ ബ്യൂട്ടിയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട് ആക്ച്വലി. ബട്ട് ഇതിൽ മുന്നേയുള്ള കുറേ വീഡിയോസിൽ, മെജോറിറ്റി വീഡിയോസിലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഭയങ്കര റോ ആൻഡ് റിയൽ ആയിട്ടുള്ള വേർഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ആ ഒരു പെർഫെക്റ്റ് ആ ഒരു സാധനം ഒന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല. ഇപ്പം തന്നെ നിങ്ങളെൻ്റെ മുടി നോക്കൂ, ഫ്രിസി ആയിട്ടല്ലേ കിടക്കുന്നത്. എൻ്റെ സ്കിന്ന് നോക്കൂ, കണ്ടോ ആക്നി, ആക്നി കാണുന്നില്ലേ? കണ്ടോ ആക്നി കണ്ടില്ലേ? ഡാർക്ക് സർക്കിൾസ് കണ്ടോ? പിന്നെ ലിപ് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നില്ലേ? നിങ്ങളുടെ അടുത്ത് ഞാൻ അത്രയും റിയൽ ആയിട്ടാണ് നിൽക്കുന്നുള്ളത് സ്റ്റിൽ. പിന്നെ ലിപ്സ്റ്റിക്ക് അഡിക്ഷൻ ആവരുത്. അഡിക്ഷൻ ഉള്ളവർ അഡിക്ഷൻ കുറയ്ക്കുക. പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്ത് വരുന്നൊരു സാധനം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അഡിക്ഷൻ വരും. പിന്നെ നിങ്ങളെ ലിപ്സ് ഡാർക്ക് ആവും. ഞാൻ ഇപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളത്, കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്നും ഇടാറില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഒന്നും ഇടാറില്ല. സോ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, പിന്നെ സ്കൂളിലേക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് നോട്ട്. സ്കൂളിലേക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, നിരുത്സാഹിപ്പിക്കുന്നുമില്ല. അത് നിങ്ങൾ എന്തോ വെച്ച് കാണിച്ചോളൂ. നല്ല ക്വാളിറ്റി ഇല്ല ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തെങ്കിൽ ആപ്പൂപ്പ് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ട്രെൻഡിങ് ആയി എന്ന് വെച്ചിട്ട് ആ ട്രെൻഡിൻ്റെ പിറകെ അങ്ങ് പോകണം എന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഏത് ട്രെൻഡിൻ്റെ പിറകെ പോയ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച്, റൈറ്റ്. അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്ന മാത്രം. അങ്ങനെ ചൂസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ലിപ്സ്റ്റിക്ക് ഓവർ യൂസ് ചെയ്യരുത്, ലിപ്പ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഹെവി സാധനങ്ങൾ, കെമിക്കൽസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇവൻ ഇപ്പം തന്നെ സൺസ്ക്രീനിൻ്റെ കോൺട്രവേഴ്സി നിങ്ങൾ കേട്ടതാണല്ലോ. സോ എന്തും മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പം ശരി എന്നാൽ, ലവ് യു, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.